A 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degrees. The completed building was 10 meter higher and the boy saw its top at an elevation of 60 degrees from the same spot. What is the height of the building? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പേരെടുക്കട്ടെ ഓക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി. അപ്പോൾ 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഒരു സ്ട്രൈറ്റ് വ്യൂ ഉണ്ടാവും. അത് നമ്മൾ വരച്ചു. ഓക്കെ, മുകൾ ഭാഗം മുകൾ ഉയരമുള്ള ഒരു കുട്ടി 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിള്, ഇത് കാണുന്ന ആംഗിള് 30 ഡിഗ്രി. ഓക്കെ, ഇനി 10 മീറ്റർ കൂടി കെട്ടിടം ഉയർത്തി. അഥവാ ഈ കെട്ടിടം ഇവിടുന്ന് ഒരു 10 മീറ്റർ കൂടി മുകളിലോട്ട് ഉയർത്തി. ഓക്കെ, കെട്ടിടം പണി തീർത്തപ്പോൾ അയാൾ അതേ സ്ഥാനത്ത് നിന്നും 60 ഡിഗ്രി മേൽക്കോണിൽ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ അയാൾ കാണുന്നത് 60 ഡിഗ്രി മേൽക്കോണിലാണ്. അതായത് ഇവിടുന്ന് മുഴുവനായിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഓക്കെ, എങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം എത്ര? ഓക്കെ ആണല്ലോ. അപ്പൊ ഏകദേശ ചിത്രം ഇങ്ങനെ വരും. ഇനി നമുക്ക് ചിത്രം ഒന്ന് മാറ്റിപ്പിടിക്കാം. ഓക്കെ, ഓക്കെ 1.5 മീറ്റർ ഞാൻ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. വരക്കണം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. 1.5 മീറ്റർ ഉള്ള ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിനെ എന്ത് ചെയ്തു? 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ആ ബിൽഡിംഗ് ഒരു 10 മീറ്റർ കൂടി മുകളിലോട്ട് ഉയർത്തി. അപ്പൊ ആ കുട്ടി കണ്ട ആംഗിള് 60 ഡിഗ്രിയാണ്. ഓക്കെ, എത്ര ഡിഗ്രിയിലാണ് കണ്ടത്? 60 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ED എത്രയാന്നുള്ളത് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ടല്ലോ. ഈ AC എന്ന് പറയുന്ന ഈ ഹൈറ്റിനെ ഞാൻ X നിർത്തും. AC എന്ന് പറയുന്നതിനെ ഞാൻ X നിർത്തും. ആദ്യം നമുക്ക് tan 30 വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 30, 60, 90 പറയുന്ന റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഇതിനെ ചെയ്യാം. ഓക്കെ, അപ്പോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് FC ആണ്. ആ FC എന്ന് പറയുന്നത് FE പ്ലസ് ED പ്ലസ് DC ആണ്. അതിൽ DC 1.5 ആണ്, FE 10 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ED ആണ്. ഇൻ ട്രയാങ്കിൾ BDE, BDE എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുക കേട്ടോ, പേരൊന്ന് നോക്കുക. BDE, ഈ 30 ഡിഗ്രി വരുന്ന ഈ BDE നോക്കുക. അതിൽ ഈ ആംഗിൾ 30 ആണ്. ഇവിടെ നമുക്ക് 90 കിട്ടും. ഓക്കെ, അപ്പൊ 30, 60, 90 വരും. ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്ര വരിക? 60 ആണ് വരിക. ഓക്കെ, അപ്പോ 30, 60, 90 വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഓപ്പോസിറ്റ് 1 വരും, 60 ഓപ്പോസിറ്റ് √3 വരും അല്ലെ. 30 ഓപ്പോസിറ്റ് 1 വരും, 60 ഓപ്പോസിറ്റ് √3 വരും, 90 ഓപ്പോസിറ്റ് 2. ഈ ലെങ്ത് X ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ √3യുടെ സ്ഥാനത്ത് X ആണ്. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എന്ത് വരും? 1:√3:2 ആണല്ലോ. √3യുടെ സ്ഥാനത്ത് X ആണ്. അപ്പൊ 1ന്റെ 1 കാണാൻ ഹരിക്കണം. 1 കാണാൻ എന്ത് ചെയ്യണം? ഹരിക്കണം. വാല്യൂവിനെ റേഷ്യോ കൊണ്ട് ഹരിക്കണം. അപ്പൊ 1ന്റെ സ്ഥാനത്ത് എന്ത് വരും? X/√3 എന്ന് വരും. ഓക്കെ, 1ന്റെ സ്ഥാനത്ത് എന്ത് വരും? X/√3. അപ്പൊ നമുക്ക് EDയുടെ നീളം കിട്ടി എത്രയാ? X/√3. ഇനി ED കിട്ടി, X/√3. ഇനി അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഞാനതൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, അടുത്ത ട്രയാങ്കിൾ BDF, അതായത് വലിയ ത്രികോണം. ഈ 60 വരുന്നത് ഇവിടെ 60 ആണ്, ഇവിടെ 90 ആണ്. ഈ ആംഗിൾ 30 ആയിട്ട് വരും അല്ലെ. 60ഉം 90ഉം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 30 ആവുമല്ലോ. 30, 60, 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ നമുക്കറിയാൻ പറ്റില്ല. 1:√3:2. അതിൽ 30 ഓപ്പോസിറ്റ് 1. ഓക്കെ, 30 ഓപ്പോസിറ്റ് 1. അവിടുത്തെ വാല്യൂ ആണ് X. അപ്പൊ 1ന്റെ സ്ഥാനത്ത് X ആണെന്നുണ്ടെങ്കിൽ 60 ഓപ്പോസിറ്റ് ആയിട്ടുള്ള √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? √3x ആയിരിക്കും അല്ലെ. 1ന്റെ സ്ഥാനത്ത് X ആണെന്നുണ്ടെങ്കിൽ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? √3x. അതായത് FDയുടെ വാല്യൂ കിട്ടി, √3x. ഇനി നമുക്ക് ഇവിടെ അറിയേണ്ടത് EDയുടെ വാല്യൂ ആണ്. അഥവാ X കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് EDയുടെ വാല്യൂ കിട്ടൂലേ. അപ്പൊ ഇനി ഇവിടെ ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കുക. FD മൈനസ് ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എഴുതിയതൊക്കെ ഒന്ന് മായ്ച്ചു കളയാം അവിടെ നിന്നുണ്ടോ. FD മൈനസ് ED, FD മൈനസ് ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FE ആണ് അല്ലെ. FD എന്ന് പറയുന്ന ഈ ലെങ്ത്തിൽ നിന്നും ED മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FE കിട്ടൂലേ. അപ്പൊ നമുക്ക് വാല്യൂ കൊടുക്കാം. FD √3x ആണ്, ED X/√3 ആണ്. ഈക്വൽ ടു FE 10 ആണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം
അല്ലെ 10 മീറ്റർ ആണ് ബിൽഡിംഗ് ഉയർത്തിയത്. ഇനി ഇതിനെ നമുക്കൊന്ന് ക്രോസ് ചെയ്യാം. √3x ഇൻറ്റു √3 വരും, -x ഡിവൈഡ് ബൈ √3. ന്യൂമറേറ്റർ എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഏതൊരു സംഖ്യയുടെയും താഴെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. √3x ഇൻറ്റു √3, അപ്പൊ √3 ഇൻറ്റു √3x -1 ഇൻറ്റു x ഡിവൈഡ് ബൈ 1 ഇൻറ്റു √3 ഈക്വൽ ടു 10. √3 ഇൻറ്റു √3 എന്താ? 3 ആണ്. അപ്പൊ 3x - x ബൈ √3 ഈക്വൽ ടു എന്ത് കിട്ടും? 10 കിട്ടും. ഓക്കെ, ഇനി ഈ √3 എപ്പുറത്തോട്ടും ഉണ്ടാവും. ഇതിവിടെ ഹരിക്കാനാണ്. ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. 3x എന്നൊരു x പോയാൽ 2x ഈക്വൽ ടു 10 √3 വരും. ഇനി ഈ 2 നെ എപ്പുറത്തോട്ടും ഉണ്ടാവും. 2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പൊ 10/2 5 എന്ന് കിട്ടും. ഓക്കെ, 10/2 5 എന്ന് കിട്ടും. അപ്പൊ 5 √3. അപ്പൊ x ന്റെ വാല്യൂ കിട്ടിയ എത്രയാ? 5 √3. ED നമുക്ക് ഈ ED ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x ബൈ √3 ആണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ED x ബൈ √3 എഴുതി വെച്ചിട്ടുണ്ട്. x ന്റെ വാല്യൂ കിട്ടിയ എത്രയാ? 5 √3. അപ്പൊ 5 √3 ബൈ √3 എന്ന് കിട്ടും. √3 എന്തായി പോവും? വെട്ടിപ്പോവും. അപ്പൊ ED ഈക്വൽ ടു 5. ഇനി നമുക്ക് കെട്ടിടത്തിന്റെ ഹൈറ്റ് കാണാലോ. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, കെട്ടിടത്തിന്റെ ഉയരം FC എന്ന് പറയുന്നത് എന്താണ്? FE പ്ലസ് ED പ്ലസ് DC അല്ലെ? FE എന്ന് പറയുന്നത് 10 ആണ്, ED എന്ന് പറയുന്നത് 5 ആണ്, DC എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പൊ 10ഉം 5ഉം 15, 15ഉം 1ഉം 16, 16 വരെയും 16. അപ്പൊ എത്രയാ കെട്ടിടത്തിന്റെ ഉയരം? 16.5 മീറ്റർ.